ഈ ജയിലർ 2ന്റെ പ്രൊമോ വീഡിയോയിൽ എന്തിനാണ് ഈ സ്കാർലറ്റ് ജോൺസന്റെ പടം വെച്ചതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ വെറുതെയാണ്, അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഇനി കഥ നടക്കുന്ന വേറെ യൂണിവേഴ്സിലാണെന്ന് നെസ്ലിൻ പറയാതെ ക്ഷമിക്കണം നെൽസൺ പറയാതെ പറയുന്ന ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ജയിലർ 2ന്റെ പ്രൊമോ വീഡിയോ ആണ്. നമുക്കറിയാം നെൽസന്റെ ഏത് പടം ഇറങ്ങിയാലും അതിനൊരു കിടുക്കാച്ചി പ്രൊമോ വീഡിയോ അവരിറക്കും. ഡയറക്ടറായ നെൽസനും അനിരുദ്ധുമായിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. ആ പ്രൊമോ വീഡിയോ തന്നെ ആ സിനിമയുടെ ഏകദേശ സ്റ്റോറി ലൈൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് നെൽസന്റേതായിട്ട് ഇറങ്ങിയ ബീസ്റ്റിലും ഡോക്ടറിലും ഇതേ സംഭവം തന്നെ ഉണ്ടായിരുന്നു. ജയിലർ 2ലേക്ക് വരുമ്പോഴും അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. ഇതിനോടാണ് തന്നെ മികച്ച റെസ്പോൺസ് ആണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ്. അതായത് ജയിലർ 2ന്റെ വരവിനെ അവർ സിംബോളിക്കായിട്ട് പ്രസന്റ് ചെയ്ത ഒരു രീതിയുണ്ട്. மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்தது. അതായത് ബംഗാൾ ഉൾക്കടലിൽ രണ്ടാമതൊരു കൊടുങ്കാറ്റ് അലയടിക്കാൻ പോകുന്നു എന്ന് സിംബോളിക്കായിട്ട് അവർ പറഞ്ഞ ഈ സീക്വൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിച്ച് മീൻസ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ വീണ്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് അവരതിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി സ്കാർലറ്റ് ജോൺസന്റെ ഈ പടമാണ്. നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ ഭിത്തിയിൽ വെറുതെ വെച്ച് പോയിരിക്കുന്ന ഒരു പടമായിരിക്കും. സാധാരണഗതിയിൽ സിനിമകളിൽ ഇങ്ങനെ സൈഡ് ഭിത്തിയിൽ വെച്ച് പോകുന്ന ചിത്രങ്ങളിൽ ഏറ്റവും ക്ലീഷയായിട്ട് കാണപ്പെടുന്നത് പാവപ്പെട്ട മൊണാലിസയുടെ പടമാണ്. പക്ഷേ നമുക്ക് തെറ്റി. അങ്ങനെ ഭിത്തിയിൽ വെറുതെ ചാരി വെക്കാൻ പറ്റിയ ഒരു പടമല്ല ഇത്. ഈ പടത്തെ പറ്റി അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊരു ഇംഗ്ലീഷ് മാഗസിൻ്റെ കവർ ഫോട്ടോയാണ്. ഈ പടം അങ്ങനെ വെറുതെ ഒന്നും ഭിത്തിയിൽ വെക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതാണ്. ഇങ്ങനെ ഒരു പടം വെച്ചതിന് പിന്നിൽ നമുക്ക് രണ്ട് രീതിയിൽ അനുമാനിക്കാം. ഒന്ന്, നെൽസൺ ഇതിനു മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ആക്ട്രസിൽ ഒരാളാണ് ഈ സ്കാർലറ്റ് ജോൺസൺ എന്നുള്ളത്. പക്ഷേ ഇനി ഇതല്ല, ഇതിനൊരു ചാൻസ് എന്ന് പറയുന്നത് സ്മഗ്ലിംഗ് നടത്തുന്ന ടീംസിനൊക്കെ ചില ഫോട്ടോസൊക്കെ ചില കോഡുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു കോഡാണോ ഇത് എന്നുള്ളൊരു ചാൻസും കൂടെ ബാക്കിയുണ്ട്. നമുക്കറിയാം നെൽസന്റെ കേസായതുകൊണ്ട് നമുക്കൊന്നും ഇതിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അത് ഈ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. SA എന്ന് പറയുന്ന ഈ നമ്പർ പ്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലില്ല. ഇതിലും രണ്ട് ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത്, ഒന്ന് നെൽസൻ്റെതായ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറി ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ആൻഡമാനിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആവാനും ചാൻസ് ഉണ്ട്. കാരണം പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു കോസ്റ്റൽ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയാൽ അതിനുള്ളൊരു ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോസ്റ്റൽ ഏരിയയിൽ ആൻഡമാനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്മഗ്ലിംഗ് ടീമിനെ ആയിരിക്കാം മിക്കവാറും ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ ഇത്തവണ നേരിടാൻ പോകുന്നത് എന്ന് പറഞ്ഞാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ കത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഇത് രണ്ടും ജയിലർ 2ലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ ഒരു പുതിയ മിഷനിലാണ്. അതും പഴയ വീര്യം ഒട്ടും ചോരാതെ തന്നെ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എപ്പോഴൊക്കെ ഒരു മിഷനിൽ പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ സഹായിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കാൻ എത്തിയ പഴയ സുഹൃത്തുക്കളൊക്കെ ഇതിലും ഉണ്ട്. അത് പറയാൻ കാരണം ഈ സീക്വൻസ് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ശിവാണ്ണയുടെ, അതായത് ശിവരാജ് കുമാറിന്റെ സ്നൈപ്പർ ഗൺ ടീംസും ലാലേട്ടന്റെ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഉള്ള മാത്യു ആൻഡ് ഗ്യാങ്ങും ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളത് ഈ സീക്വൻസ് കണ്ടതോടുകൂടെ ഉറപ്പാക്കാൻ സാധിക്കും. ഇനി അതുകൂടാതെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ മറ്റു സുഹൃത്തുക്കളും കൂടി ജയിലർ 2ൽ വരുന്നുണ്ട് എന്ന് ഇതിനോടകം തന്നെ നെൽസൺ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പോൾ കാത്തിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കൂട്ടിച്ചേരുകയാണ് ജയിലർ 2. അപ്പോൾ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ജയിലർ 2 സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ജയിലറിൻ്റെയും ജയിലർ 2ന്റെ ടൈറ്റിലും A എന്ന ഭാഗത്ത് ഇങ്ങനൊരു പോർഷൻ സിമ്പിൾ ഉണ്ട്. ഈ സിമ്പിളിനെ പറ്റി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു ഡീകോഡിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ചെയ്ത് വെക്കുക.